കരിപ്പൂരിൽ നടക്കുന്നത് ഗൂഢാലോചന എന്ന തലക്കെട്ടിൽ ഖത്തറിലെ കൾച്ചറൽ ഫോറം മലപ്പുറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റികളുടെ മേൽനോട്ടത്തിലാണ് പഠന റിപ്പോർട്ട് പുറത്തിറക്കിയത്. ലക്നോ വിമാനത്താവളം, സാന്റിയാഗോ വിമാനത്താവളം എന്നിവയെ മുൻനിർത്തിയും അന്താരാഷ്ട്ര വിദഗ്ധരുടെ മേൽനോട്ടത്തിലുമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കരിപ്പൂരിൽ നിലവിലുള്ള 2850 മീറ്റർ റൺവേ വെച്ച് തന്നെ വൈഡ് ബോഡിയുടെ വിമാനങ്ങൾ ഇറക്കാമെന്നിരിക്കെ സാങ്കേതിക കാരണങ്ങൾ നിരത്തി കരിപ്പൂരിനെ തകർക്കാൻ ബോധപൂർവമായ നീക്കങ്ങൾ നടക്കുന്നതായി കൾച്ചറൽ ഫോറം ആരോപിച്ചു. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ മാനദണ്ഡ പ്രകാരം വലിയ വിമാനങ്ങൾ ഇറക്കാൻ കരിപ്പൂരിലെ റൺവേ അനുയോജ്യമാണ്. എന്നിട്ടും റീകാർപ്പറ്റിംഗ് ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തത് വിമാനത്താവളത്തോടുള്ള അവഗണനയാണ്. നെടുമ്പാശ്ശേരി, കണ്ണൂർ വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട സ്വകാര്യ ലോബികൾക്ക് വേണ്ടി രാഷ്ട്രീയവും സാമ്പത്തികവുമായ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നും കൾച്ചറൽ ഫോറം ആരോപിച്ചു. ICBF മുൻ പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ കരീം അബ്ദുള്ളക്ക് ആദ്യ കോപ്പി നൽകി കൾച്ചറൽ ഫോറം ആക്ടിംഗ് പ്രസിഡന്റ് സുഹൈൽ ശാന്തപുരവും കരിപ്പൂർ ഉപദേശക സമിതി അംഗം ഫരീദ് തിക്കോടിയും ചേർന്നാണ് പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്തത്. തുടർന്ന് FCC ഹാളിൽ നടന്ന ചർച്ചയിൽ വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. മലബാറിലേക്കുള്ള പ്രവേശന കവാടമായ കരിപ്പൂരിനെ തകർക്കാനുള്ള നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ് ചെറുക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുന്ന റിപ്പോർട്ടാണ് കൾച്ചറൽ ഫോറം പുറത്തിറക്കിയതെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു. മീഡിയ 1 ദോഹ.